ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ബാങ്കോക്കിലേക്ക് പോവാട്ടോ. ഐക്കൺ സിയാം മാളിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ടാവും കേട്ടോ ഐക്കൺ സിയാം മാളിലേക്ക്. ലാലി പറയുന്നത് ലാലി സിറ്റി പാർക്കിൽ പോകാനാട്ടോ. നമ്മൾ നിൽക്കുന്നത് ആയുത്തായ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു മാളുണ്ട്. ആ മാളാണ് സിറ്റി പാർക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പോകുന്നത് ഐക്കൺ സിയാം മാളിലേക്കാണ്. നമ്മളങ്ങനെ ഐക്കൺ സിയാമിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി കാറ് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്ത് ഇറങ്ങുമ്പോഴേക്കും ലാലി അങ്ങ് ഇറങ്ങിപ്പോയി. ബാങ്കോക്കിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് ഐക്കോണിക് ആൻഡ് ലക്ഷറിയസ് ഷോപ്പിംഗ് മാളാണ് ഐക്കൺ സിയാം മാള്. ഈ മാളിൻ്റെ ഫ്രണ്ട് സൈഡിൽ റിവറാണ്. അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിവറിൻ്റെ പേര് പറയുന്നത് ചാവോ ഫ്രായ റിവർ എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ത്രൂ ബോട്ട്, BTS ട്രെയിന് അതുവഴിയൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ദിവസവും 4 പ്രാവശ്യമായിട്ട് മീഡിയ വാട്ടർ ഫൗണ്ടെയിൻ ഷോ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത് 4 PM, പിന്നെ 6:30, ദെൻ 8 PM, ദെൻ 9:30. ആ ഒരു ഷെഡ്യൂളിലാണ് ഇവർ വാട്ടർ ഫൗണ്ടെയിൻ ഷോ കാണിക്കുന്നത്. എല്ലാവരും ഷോന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ക്രൂസ് ഡിന്നർ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ത്രൂ ഓൺലൈനിലും പറ്റും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഐക്കൺ സിയാമിൻ്റെ അവിടെ ഫ്രണ്ടിൽ ഓഫീസുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 2 hour ബോട്ട് റൈഡ് വിത്ത് ഫുഡാണ്. അതിൽ എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ 6:30 ആവാൻ പോവാ ഗൈസ്. ഇപ്പം നമ്മുടെ ഫൗണ്ടെയിൻ ഷോ സ്റ്റാർട്ട് ചെയ്യാനായി അനൗൺസ്മെൻറ്റ് വന്നു. ലാലി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഷോ കാണുന്നത്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഷോ കഴിയാനായി. നമ്മൾ കണ്ടത് 6:30 ഷോ ആണ്. ഷോ കഴിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ മുന്നിലേക്ക് മൂവായി. അവിടെ അപ്പോൾ നല്ല റഷായിരുന്നു. അങ്ങനെ മാളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. മാളിൻ്റെ ഉള്ളിലും നല്ല തിരക്കുണ്ടായിരുന്നു. ഈ മാളിൽ 7 ഫ്ലോർസ് ആണുള്ളത്. അതിൽ ഓരോ ഫ്ലോറിനും ലക്ഷറി ബ്രാൻഡഡ് പ്രൊഡക്ട്സ്, പിന്നെന്താ ഹൈ സ്ട്രീറ്റ് ഫാഷൻ, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സ്, അങ്ങനെ വരുന്ന എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 500-ലധികം സ്റ്റോർസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവർ ഓഫർ ചെയ്യുന്നത് ജപ്പാനീസ്, ചൈനീസ്, വെസ്റ്റേൺ, ഇന്ത്യൻ ഡിഷസ്. പിന്നെ അതുകൂടാതെ എൻ്റർടൈൻമെൻറ്റ്സ് ലൈക്ക് സിനിമ, വെർച്വൽ റിയാലിറ്റി സോണ്, ലക്ഷറി സ്പാ, ഇതൊക്കെ ഈ മാളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ഫ്ലോർ മൊത്തം സ്ട്രീറ്റ് മാർക്കറ്റാണ് കേട്ടോ. പിന്നെ അവിടെ തന്നെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്. ഇപ്പം തന്നെ അവിടെ കണ്ടോ ഒരു വുഡൻ വാച്ച്, അതൊരു വെറൈറ്റി കളക്ഷൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡോർ ഫ്ലോട്ടിംഗ് മാർക്കറ്റും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ സ്ട്രീറ്റ് മാർക്കറ്റിലുള്ള തായ് ഡിഫറെൻറ്റ് ഫുഡ് ഡിഷസ് ആണ്. അതാണ് ഇവിടെ കാണുന്നത്. ഇതൊരു മാളിൻ്റെ ഉള്ളിലായതുകൊണ്ട്
വെച്ചാൽ സ്ട്രീറ്റ് ഫുഡിനാണെങ്കിലും ഇവിടെ നല്ല കോസ്റ്റ്ലിയാണ്. നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോയിട്ടോ സൂക്സിയാം. അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കൾച്ചറൽ അട്രാക്ഷൻ ഓഫ് തായ് പീപ്പിൾ, തായ് ഫുഡ്, പിന്നെ തായ് ക്രാഫ്റ്റ്, ആർട്ട് കളക്ഷൻസ്, അങ്ങനെയൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫ്ലോർ വരുന്നത് കിഡ്സ് ഏരിയ കേട്ടോ. ഇത് കുട്ടികൾക്ക് മാത്രമുള്ള ഒരു സെഷനാട്ടോ. അവിടെ ടോയ്സൊക്കെ നമുക്ക് വാങ്ങിക്കാനും പറ്റും. അതുകൂടാതെ അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അവിടെ കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം കേട്ടോ. പ്ലേ ഏരിയ കണ്ടപ്പോൾ ലാലി ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ ലാലി അങ്ങോട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ 6th ഫ്ലോറിലെത്തി ഗൈസ്. 6th ഫ്ലോറിലാണെങ്കിലും ഡൈനിങ് ഏരിയ വരുന്നുണ്ട്, പിന്നെ മറ്റേ കുട്ടികൾക്ക് കളിക്കുന്ന എൻ്റർടൈൻമെൻറ്റ്സ്, പിന്നെ വരുന്നത് വെച്ചാൽ സിനിമ, അതൊക്കെയാണ് 6th ഫ്ലോറിൽ വന്നിരിക്കുന്നത്. ഏട്ടൻ നേരത്തെ 6th ഫ്ലോറിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് വന്നതാണ്, കാരണം കുറേ ടൈമായല്ലോ നമ്മൾ വന്നിട്ട്. അങ്ങനെ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓർഡർ ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ അവിടുന്ന് ഐസ്ക്രീം ലാലിക്കും പിന്നെ നമുക്ക് ഒരു ഡ്രിങ്കും കൂടി വാങ്ങിച്ചു. ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങനെയുണ്ടായിരുന്നില്ല അല്ലേ? ഇനി ലാസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഫിറ്റ്നസ് സെൻ്ററാണ്. അതിൽ നേപ്പാളി ടെറസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ടൈം ലേറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തന്നെ പിന്നെ ഫുഡും കഴിച്ചു. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോലായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഈ മാള് വിസിറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.